നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി വരികയാണ്. 24 ഒബ്സർവർ വരുന്നു. ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം വളരെ ഓർക്കാപ്പുറത്ത് അപ്രതീക്ഷിതം. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാടാണ് സർക്കാരിൻ്റെ ഒരു നിലപാടാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാര്യം മോഡിയുമായി വളരെ അടുപ്പമുള്ള ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം നല്ല പച്ചയായ കച്ചവടമാണ് പറയുന്നത്. 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ എന്നൊക്കെ സംസാരിക്കാം. ഗുഡ് മോർണിംഗ് ദിലീപ്. ശരിക്കും ഈ അമേരിക്കയിൽ നിന്ന് എന്തൊക്കെ വരും? ഞാൻ ഇന്നലെ അമേരിക്കയിൽ താമസമാക്കിയ ഒരു മലയാളി വനിതയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു മൊത്തം കൺഫ്യൂഷനാണ്, ടോട്ടൽ കൺഫ്യൂഷനാണ്. മാത്രമല്ല അവർ 28-30 വർഷമായി അമേരിക്കയിൽ താമസമാക്കിയിട്ട്, പക്ഷേ അവർ ഒരു പെട്ടി മുറുക്കി വെച്ചിരിക്കുക. കാരണം ചിലപ്പോൾ അവിടുന്ന് സ്ഥലമിടേണ്ടി വരുമെന്ന് പോലും അവർക്കൊക്കെ സംശയമെന്ന്. അത്ര ആശങ്ക പടർത്തുന്ന അഭിപ്രായങ്ങളാണ് ഓരോ ദിവസവും ഇദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പറയും എസ്.കെ.എൻ. ഗുഡ് മോർണിംഗ്. ഇന്ത്യ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇത്രയേറെ ഉയർന്ന ഒരു പകരച്ചുങ്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല ഇത് സംബന്ധിച്ച് ഇന്ത്യയും അമേരിക്കയും വ്യാപാര കരാർ ഏർപ്പെടുന്നത് സംബന്ധിച്ച ചർച്ചകൾ വളരെ സജീവമായി നടക്കുകയായിരുന്നു. അടുത്ത ഘട്ട ചർച്ച ഓഗസ്റ്റ് മാസം 25-ാം തീയതി നടക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ 25% അധിക തീരുവയും ഇത് കൂടാതെ റഷ്യയുമായി ആയുധ എണ്ണ കച്ചവടം നടത്തുന്നു എന്നതിൻ്റെ പേരിൽ പിഴയും ഏർപ്പെടുത്തുന്നതിനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ അമേരിക്കയുമായുള്ള ഈ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ അത് ഒക്ടോബറിൽ ഒപ്പിടാൻ കഴിയും എന്ന പ്രതീക്ഷയും ഇന്ത്യക്കുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള അമേരിക്കയുടെ ഈ തീരുമാനത്തോട് ഇന്ത്യ വളരെ കരുതലോടെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഈ പ്രസ്താവനയെക്കുറിച്ച് അറിഞ്ഞു, പ്രത്യാഘാതത്തെക്കുറിച്ച് പഠിക്കുകയാണ് എന്ന് മാത്രമാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അതേസമയം ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ശക്തമായ എതിർവാദങ്ങൾ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത സുഹൃത്താണ് എന്ന് ആവർത്തിക്കാറുണ്ട്. ഡൊണാൾഡ് ട്രംപും ആ നിലയിൽ തന്നെ. അത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച പ്രസ്താവന പുറപ്പെടുവിച്ചപ്പോൾ തന്നെ ട്രംപ് അതിൽ പറഞ്ഞിരുന്നത് ഇന്ത്യ ഒരു സുഹൃത്ത് രാജ്യമാണ്, ഇന്ത്യ സുഹൃത്താണ്, പക്ഷേ ചില കാരണങ്ങളാൽ ഇത്തരത്തിലുള്ള ഈ അധിക തീരുവ ഏർപ്പെടുത്തേണ്ടി വന്നിരിക്കുകയാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 മണിക്കൂർ എടുത്താണ് പാർലമെൻറ്റിൽ ഇക്കാര്യത്തിൽ സംസാരിച്ചത്. പക്ഷേ ഒരു തവണ പോലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് പറഞ്ഞില്ല എന്ന ആരോപണം പ്രതിപക്ഷത്തിനുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഇക്കാര്യം പാർലമെൻറ്റിൽ പറയുകയും ചെയ്തു. പലതവണ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ പേര് ആവർത്തിച്ചു. പക്ഷേ ഒരു തവണ പോലും ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് പറയുന്നില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കുന്നതിന് താൻ 2 രാജ്യങ്ങളിലെയും തലവന്മാരെ നേരിട്ട് വിളിച്ചു എന്ന് പലതവണയായി ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. ആ ആരോപണം തെറ്റാണ് എന്ന് പറയാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല എന്നാണ് പ്രതിപക്ഷം ഇങ്ങനെ ആവർത്തിച്ച് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് മെയ് 9 വിളിച്ച കാര്യമൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ട്രംപിനെ കുറിച്ച് ആ 2 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ നിശബ്ദത പാലിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. ഏതായാലും ഇത് ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 6.2% വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യത്തിനാണ് ഇത്തരത്തിൽ അമേരിക്കയുടെ ഈ തീരുമാനത്തിലൂടെ, ഇങ്ങനെ പകരച്ചുങ്ക തീരുമാനത്തിലൂടെ തിരിച്ചടി കൈവന്നിരിക്കുന്നത്. അത് ഇന്ത്യൻ വിപണിയൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന് ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകൾ തെളിയിക്കേണ്ടതുണ്ട്. കേരളത്തെ സംബന്ധിച്ചും ചില മേഖലകളിൽ അത് തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഈ സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന, അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സമുദ്രോൽപ്പന്നങ്ങളിൽ 90% ചെമ്മീനാണ്. ചെമ്മീൻ കയറ്റുമതിക്ക് അത് തിരിച്ചടിയാകും. ഇതുകൂടാതെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, കിറ്റക്സ് ഒരു പ്രധാനപ്പെട്ട അമേരിക്കയിലെ തന്നെ ഈ കുട്ടികളുടെ വസ്ത്രങ്ങൾ, അതിൻ്റെ വിപണന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കയറ്റുമതിക്കാരാണ്. അവർക്കും ഈ പുതിയ തീരുമാനം ഒരു തിരിച്ചടിയായേക്കും. അങ്ങനെയുള്ള അതുകൂടാതെ തന്നെ കേക്ക്, റെഡി ടു ഈറ്റ് വിഭവങ്ങൾ, അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ, ശീതീകരിച്ച ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെ കേരളത്തിൽ നിന്നുകൂടി കയറ്റുമതി ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ കശുവണ്ടി അടക്കമുള്ള വിഭവങ്ങൾ അത് വിയറ്റ്നാമിൽ നിന്നൊക്കെ വന്നതോടുകൂടി, കുറഞ്ഞ ഇറക്കുമതി തീരുവയ്ക്ക് വന്നതോടുകൂടി തന്നെ ഇന്ത്യയുടെ കശുവണ്ടി വിപണിക്ക് അത് വലിയ തിരിച്ചടിയായിരുന്നതാണ്. മറ്റൊരു തിരിച്ചടി കേരളവുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാകാൻ പോകുന്ന ഈ സോഫ്റ്റ്വെയർ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടാണ്.
അത് ഈ സോഫ്റ്റ്വെയർ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ചെറിയ മാന്ദ്യം നേരത്തെ തന്നെ നിലനിൽപ്പുണ്ട്. അത് അമേരിക്കൻ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന നയത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. പക്ഷേ അതും കേരളത്തിനെ സംബന്ധിച്ചും അത്തരം ഒരു തീരുമാനം തിരിച്ചടിയിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ സിൽവ ഈ അടുത്തിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ അധിക നികുതി ഏർപ്പെടുത്തിയപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അക്കാര്യം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. അമേരിക്കയോടും പ്രസിഡന്റിനോടുമൊക്കെ അത് തനിക്ക് ആദരവുണ്ട് എന്ന് വെച്ച് അത് മറ്റൊരു രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ആകരുത്. അത് ചർച്ചയിലൊക്കെ തങ്ങൾ ഈ ആദരവ് പ്രകടിപ്പിക്കുന്നതിനർത്ഥം അവർക്ക് കീഴടങ്ങലല്ല എന്ന കാര്യം ലുല ഡാ സിൽവ പരസ്യമായി പറഞ്ഞത് അടുത്തിടെയാണ്. അങ്ങനെ ചില രാജ്യങ്ങൾ ശക്തമായ എതിർപ്പുമായി വരുന്നുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാർ ഇനി ഇക്കാര്യത്തിൽ എന്തു നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന് വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ വ്യക്തമാകും. SKN. താങ്ക് യു ദിലീപ് കുമാർ. നിരീക്ഷകൻ ഇനി നാളെ എത്തും പുതിയൊരു വിഷയവുമായി. ദിലീപ് കുമാർ പറഞ്ഞതുപോലെ കേരളത്തെ ഇത് കാര്യമായിട്ട് ബാധിക്കും. കാരണം കൊച്ചിയിൽ നിന്ന് ഈ ഭക്ഷണ വസ്തുക്കൾ തന്നെ എത്രയാണെന്നറിയാമോ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നത്. നമ്മൾ ഇവിടെ അടിക്കുന്ന പൊറോട്ട പോലും ഇപ്പോൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. 17-18 ദിവസം യാത്ര ചെയ്താണ് ഈ പൊറോട്ടയൊക്കെ ഇപ്പം അമേരിക്കൻ വിപണിയിലുള്ളത്. ഓരോ ദിവസവും എത്രയോ കണ്ടെയ്നറുകൾ പല ഭക്ഷ്യവസ്തുക്കൾ പോകുന്നുണ്ട്. അതുപോലെ വാൾമാർട്ട് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയിൽ നമ്മുടെ കിഴക്കമ്പലത്തെ കിറ്റക്സ് എന്ന് പറയുന്ന സ്ഥാപനം കയറ്റുമതി ചെയ്ത കുട്ടികളുടെ ഉടുപ്പുകളും വസ്ത്രങ്ങളും ഒക്കെ തന്നെ വലിയൊരു പ്രശ്നം. ഏതാണ്ടൊരു വാൾമാർട്ടിൻ്റെ ടോട്ടൽ കുട്ടികൾക്കുള്ള ഡ്രസ്സിൽ ഒരു 30% കിഴക്കമ്പലത്ത് നിന്ന് പോകുന്നതാണെന്ന് അറിയുമ്പോഴാണ് ഈ ട്രംപ് തീരുമാനിക്കുന്ന കാര്യം നമ്മളെ എങ്ങനെ മോശമായിട്ട് സ്വാധീനിക്കും. അതുപോലെ ഇവിടുത്തെ സോഫ്റ്റ്വെയർ കമ്പനികൾ, നമ്മുടെ ടെക്നോ പാർക്കുകളെ സോഫ്റ്റ്വെയർ കമ്പനികൾ കയറ്റുമതി ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഒക്കെ തന്നെ ഒരുപാട് ഇത്രയധികം ചുങ്കം പിരിക്കാൻ ഇവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ ദുസ്വാധീനം അത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.